അമേരിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ മരണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, US-ന്റെ വിദേശകാര്യ നയത്തിൻ്റെയൊക്കെ വലിയ ശബ്ദമൊക്കെയായിരുന്നു ഈ ലിൻസെ ഗ്രഹാം. പെട്ടെന്നുള്ള ഈ അപ്രതീക്ഷിത മരണത്തിന് പിന്നിൽ ആരാണ്? ഇറാൻ ആണ് എന്ന സൂചനകൾ പുറത്തു വരികയാണ്. കടുത്ത ഇന്ത്യ വിരുദ്ധനും അതുപോലെ കടുത്ത റഷ്യ വിരുദ്ധനുമാണ് മരണപ്പെട്ട ലിൻസെ ഗ്രഹാം. ലിൻസെ ഗ്രഹാമിനെ റഷ്യൻ ചാരസംഘടന വധിച്ചതായിരിക്കും എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങള്, മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും വാർത്ത കൊടുത്തിരിക്കുന്നത്. ലിൻസെ ഗ്രഹാം റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പിന്നിലെ നിർണായക ശക്തിയായിരുന്നു. ഇയാള് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ആദ്യം ഡൊണാൾഡ് ട്രംപിന്റെ എതിരാളിയായി, പിന്നീട് ഇയാള് ഡൊണാൾഡ് ട്രംപിന്റെ അനുയായിയായി, ഇപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മേൽ 500% നികുതി ചുമത്തണം എന്ന ഒരു ബില്ല് കൊണ്ടുവരാൻ ഇയാൾ ശ്രമിച്ചിരുന്നു അമേരിക്കയിൽ. അതായത് റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, ചൈന തുടങ്ങിയവ. അപ്പൊ അതിൽ ഇന്ത്യയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന്മേൽ 500% ചുങ്കം ചുമത്തണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് ലിൻസെ ഗ്രഹാം. ലിൻസെ ഗ്രഹാം എല്ലാ അർത്ഥത്തിലും വലതുപക്ഷ തീവ്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇയാള് പണ്ട് ട്രംപിന്റെ എതിരാളിയായിരുന്നു. കാരണം ട്രംപ് ഇന്ത്യയോടും അതുപോലെ ചില ഏഷ്യൻ രാജ്യങ്ങളോടുമൊക്കെ നടത്തുന്ന സൗഹൃദ ഇനിഷ്യേറ്റീവ്സ് ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ഇയാളാണ് അമേരിക്കയിലെ ഈ കുടിയേറ്റ വിരുദ്ധ നിയമങ്ങൾ മുഴുവൻ അവിടെ അതിൻ്റെയൊക്കെ പിന്നിലെ ഒരു ചാലക ശക്തി, ഒരു കാറ്റലിസ്റ്റ് ആണ് ഇയാൾ. ഇയാള് അറ്റോർണിയാണ്. സൗത്ത് കരോലിനയിൽ നിന്നും ആണ് വിജയിച്ചിരിക്കുന്നത്. ഇയാളുടെ മരണത്തെക്കുറിച്ച് പറയുന്നത്, ഇയാൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കീവ്, യുക്രൈന്റെ തലസ്ഥാനമായ കീവ് സന്ദർശിച്ചു. കീവ് സന്ദർശിച്ചിട്ട് ഇയാൾ തിരികെ വെള്ളിയാഴ്ച ഇയാൾ കീവ് സന്ദർശനം പൂർത്തിയാക്കി ഇയാള് തിരികെ അമേരിക്കയിലെത്തി. ഏതാണ്ട് ഒരാഴ്ച നീണ്ടു നിന്ന സന്ദർശനമായിരുന്നു. തിരികെ അമേരിക്കയിലെത്തിയ ഇയാള് ലിൻസെ ഗ്രഹാം ശനിയാഴ്ച ഇയാള് ഊർധ്വശ്വാസം വലിച്ചു. അതായത് ഇയാള് പെട്ടെന്ന് ഇയാളുടെ വീട്ടിൽ നിന്നും അടിയന്തര സന്ദേശം എത്തുന്നു, ഇയാൾക്ക് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന സന്ദേശം എത്തുന്നു. അതിനെ തുടർന്ന് അമേരിക്കയുടെ സുരക്ഷാ ഏജൻസികളും അതുപോലെ ആരോഗ്യ രക്ഷാ സംവിധാനവും ഒക്കെ അടിയന്തരമായിട്ട് ഇയാളുടെ വീട്ടിലെത്തി. ഇയാളുടെ കതവൊക്കെ തുറന്ന് അകത്ത് കയറുമ്പോഴത്തേക്കും ഇയാള് ശ്വാസം നിലച്ചിരുന്നു. പിന്നെ അവര് കൃത്രിമ ശ്വാസമൊക്കെ നൽകി ഇയാളെ പുനരുജ്ജീവിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ഇയാൾ തിരിച്ച് ജീവിതത്തിലോട്ട് വന്നില്ല, ഇയാൾ തീർന്നുപോയി. അപ്പോ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഉള്ള റിപ്പോർട്ടുകളാണ് ഇപ്പൊ വരുന്നത്. അവർ പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഹാർട്ട് അറ്റാക്ക് ആണ് ഇയാൾക്ക് സംഭവിച്ചത്. കാരണം ഇയാൾക്ക് ഇത്തരം യാതൊരു രോഗങ്ങളും ഇതിനു മുമ്പ് ഇല്ലായിരുന്നു. ഇയാള് യുക്രൈനിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഇയാളൊരു മെഡിക്കൽ ചെക്കപ്പിന് വിധേയമായി, എന്നിട്ടും ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോ മരിക്കുന്നതിന് കുറച്ചു മുമ്പ് ഇയാൾക്ക് ആരോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചില പ്രത്യേക മരുന്നുകൾ അല്ലെങ്കിൽ ചില പ്രത്യേക മൂലകങ്ങൾ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടാകണം. അത് കഴിച്ചിട്ടാണ് ഇയാൾക്ക് ഇൻഡ്യൂസ്ഡ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതെന്നാണ് സൂചനകൾ വരുന്നത്. ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് ആണ് ഇപ്പോ അവിടുത്തെ, ഇയാളെ കൊലപാതകമാണെന്ന് ഇപ്പൊ ഏതാണ്ട് അവിടുത്തെ അതോറിറ്റീസും അവിടുത്തെ മാധ്യമങ്ങളും പൊതുജനങ്ങളും എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതിന്റെ പിന്നിൽ ആരാണ്, അതാണ് ഇപ്പോ അമേരിക്ക അലട്ടുന്ന ഒരു പ്രശ്നം. കാരണം അമേരിക്കയുടെ നേതാക്കന്മാരെ ഒക്കെ തന്നെ ഓരോരുത്തരായിട്ട് വധിക്കും എന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ലിസ്റ്റ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ലിസ്റ്റ് പുറത്തുവിട്ടത് ഞായറാഴ്ചയാവാം. പക്ഷെ അവർ നേരത്തെ തന്നെ അമേരിക്കയുടെ പ്രമുഖ നേതാക്കന്മാരെ താങ്കൾ കൊലപ്പെടുത്തും, അതായത് ഖമനയുടെ മരണത്തിന് താങ്കൾ പ്രതികാരം ചെയ്യുമെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗൗതം എന്തോ ചോദിക്കാൻ വന്ന പോലെ എനിക്ക് തോന്നുന്നു. സാർ, ഇതിന്റെ പിന്നില് ഇറാനാണെന്നുള്ള വാർത്തകൾ അപ്പം തെറ്റാണെന്നാണോ? അല്ല, ഇറാന് ഇത്തരം ഒരു ഓപ്പറേഷൻ നടത്താനുള്ള ഒരു ശേഷി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇറാൻ ഇതിനു മുമ്പ് തന്നെ അമേരിക്കയുടെ നേതാക്കന്മാരെ കൊലപ്പെടുത്തണമായിരുന്നുള്ളൂ.
പിന്നെ മാത്രവുമല്ല, ഇയാളെ കൊലപ്പെടുത്താനുള്ള ഏറ്റവും ഒടുവിലത്തെ പ്രകോപനം ഇയാളുടെ ഈ യുക്രൈൻ സന്ദർശനമാണ്. ഈ യുക്രൈൻ സന്ദർശനത്തിനിടയിൽ ഇയാള് വ്ളാഡിമിർ സെലൻസ്കിക്ക് വളരെ സഹായങ്ങൾ ഇയാൾ ഓഫർ ചെയ്യുകയും അയാളുടെ അമേരിക്കയുടെ എല്ലാ നിയന്ത്രണങ്ങൾക്കും ഈ യുദ്ധത്തില് അവർക്ക് കൊടുക്കുന്ന സഹായത്തിന് ചില നിയന്ത്രണങ്ങളൊക്കെ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. അതൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കും എന്ന ഒക്കെയുള്ള വളരെ വിശദമായ ഒരു ഇയാളുടെ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ട് നടത്തിയ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയുടെ വിശദാംശങ്ങളെ തുടർന്നാണ് ഇയാളെ കൊലപ്പെടുത്താനുള്ള തീരുമാനം റഷ്യ എടുത്തതെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ എതിരാളികളെ വിഷം കൊടുത്ത് കൊല്ലുന്നതിൽ സ്പെഷ്യലിസ്റ്റുകളാണ് KGB. പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്തെ KGB. അപ്പോ പേര് മാറ്റിയെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും റഷ്യൻ ചാരസംഘടന ഇക്കാര്യത്തിലൊക്കെ അവരുടെ സാങ്കേതിക വൈദഗ്ധ്യം വളരെ മികച്ചതാണ്. ലോകത്ത് പല ചാരസംഘടനകൾക്കും പല ഓപ്പറേഷൻ സ്റ്റൈലുണ്ട്. ഇസ്രായേലിന്റെ മൊസാദ് ആണെങ്കിൽ നേരിട്ടുള്ള ആക്രമണമാണ് നടത്തുന്നത്. അവർ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങളാണ് നടത്തുന്നത്. ഈ അമേരിക്കൻ ചാരസംഘം CIA ആകട്ടെ അട്ടിമറി പ്രവർത്തനങ്ങളാണ് അവരുടെ പ്രത്യേകത. അവര് വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം അവര് ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുകയും ഭരണകൂടങ്ങളെ തകർക്കുകയും ചെയ്യുന്നവരാണ്. റഷ്യയുടെ പഴയ KGBയുടെ ഒരു പ്രത്യേകത ഇൻഡിവിജ്വൽസിനെ അവർ ടാർഗറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോ നമുക്കറിയാം, പുടിനെതിരെ അവിടെ പ്രവർത്തിച്ചിരുന്ന പ്രതിപക്ഷ നേതാക്കന്മാരെയൊക്കെ ഇതേ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പുത്തിനെതിരെ വളരെ ശക്തമായിട്ട് നിലകൊണ്ട ഒരു മാധ്യമ പ്രവർത്തകനെ ഈ രീതിയിലാണ് കൊലപ്പെടുത്തിയത്. ഇവര് റഷ്യൻ ചാരസംഘടന അവര് എതിരാളിയുടെ ഉള്ളിലേക്ക് ഏതെങ്കിലും രീതിയിൽ വിഷം കയറ്റുന്ന ഒരു പരിപാടിയാണ് അവരുടെ ഒരു സ്പെഷ്യാലിറ്റി. ചില കള്ളന്മാര് ഓട് പൊളിച്ചിറങ്ങാനാണ് അവരുടെ ഇഷ്ടം. ചിലര് വാതില് തുറന്നിട്ടാലും വാതില് തകർത്തിട്ടാണ് കയറുന്നത്. ചിലര് വീടിന് തീ വെക്കും. അപ്പൊ ഓരോരുത്തരുടെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. ഇതൊരു സിഗ്നേച്ചർ റഷ്യൻ സ്റ്റൈലാണെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഞാൻ പറയുന്നത്. അപ്പൊ ഇതിലെ അത്തരത്തിലുള്ള ഒരു KGBയുടെ ഒരു സ്പർശം, അവരുടെ ഒരു സിഗ്നേച്ചർ പലയിടത്തും ഈ രീതിയിൽ പതിഞ്ഞിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പല രാജ്യങ്ങളും ഈ ഓപ്പറേഷനിൽ കോർഡിനേറ്റ് ചെയ്തിരിക്കാം. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇയാള് ചൈന, ഇന്ത്യ, റഷ്യ, ഇറാൻ, ഞാൻ ഈ 4 രാജ്യങ്ങൾക്കും അനഭിമതനാണ്. അമേരിക്കയിൽ കയറി കൊലപാതകം നടത്താനുള്ള ശേഷി ഇപ്പോ ഇന്ത്യ പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. അപ്പോ ഇത് ഇന്ത്യയാണ് ചെയ്തതെന്ന് ആരും പറയുന്നില്ല. പക്ഷേ പല രീതിയിലുള്ള കോർഡിനേഷൻ ഇത് അമേരിക്കൻ വിരുദ്ധ ചാരസംഘടനകളുടെ ഇടയിൽ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ഇയാളുടെ മരണത്തെ തുടർന്ന് അമേരിക്ക ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതായത് അമേരിക്കയ്ക്ക് ഇതൊരു അട്ടിമറി പ്രവർത്തനമാണ് എന്ന് FBI സമ്മതിച്ചാൽ FBI അത് നാണക്കേടാണ്. CIA അത് നാണക്കേടാണ്. ഇന്റേണൽ സെക്യൂരിറ്റി വിങ്ങിന് അത് ഈ ഇന്റേണൽ സീക്രട്ട് സർവീസിന് നാണക്കേടാണ്. അപ്പൊ അവര് ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ ഇയാളുടെ മരണകാരണത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള ഇയാളുടെ മെഡിക്കൽ റെക്കോർഡുകളും അവരങ്ങനെ വിശദമാക്കുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു ദുരൂഹമായ മൗനം, അല്ലെങ്കിൽ പലയിടത്തും പല ഗ്യാപ്പുകളും ഇട്ടിട്ടാണ് അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ശരി, ഇത് അമേരിക്കയ്ക്ക് ഒരു ഞെട്ടലായിരിക്കാം. ഇതോട് കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. അതായത് പ്രസിഡന്റ് ട്രംപിന്റെ വിമാനം മാറിയിരുന്നു തുർക്കിയിൽ. അതായത് ഈ കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്ക് മുമ്പ് നാറ്റോയുടെ സമ്മേളനം തുർക്കിയിൽ വെച്ച് നടന്നപ്പോൾ പ്രസിഡന്റ് ട്രംപ് ഖത്തർ സമ്മാനമായി കൊടുത്ത വിമാനത്തിലാണ് അവിടെ എത്തിയത്. പക്ഷെ ആ വിമാനം തിരിച്ചു വരാനായിട്ട് ആ വിമാനം അമേരിക്ക ഉപയോഗിച്ചില്ല. അപ്പോഴാണ് ന്യൂയോർക്ക് ടൈംസ് ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തുവിട്ടത്. അതായത് ഈ വിമാനത്തിന് മിസൈൽ പ്രതിരോധ ശേഷിയില്ല, പല മിസൈലുകളെയും തടുക്കാനുള്ള ശേഷിയില്ല, എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വിമാനത്തിൽ നിന്നും പുറത്തേക്ക് അയക്കുന്ന മെസ്സേജുകൾ എതിരാളികൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലേസർ ആയുധങ്ങൾ ഉപയോഗിച്ച് മിസൈലുകളെ അല്ലെങ്കിൽ മറ്റ് വിമാനങ്ങൾ ആക്രമിക്കാൻ വന്നാൽ അതിനെ തടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്തരം പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഖത്തർ സമ്മാനമായി കൊടുത്ത ഒരു ബോയിങ് 747 ഉപയോഗിച്ചാണ് ട്രംപ് യാത്ര ചെയ്തതെന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. ന്യൂയോർക്ക് ടൈംസ് ഈ വാർത്ത പ്രസിദ്ധീകരിക്കാതിരിക്കാനായിട്ട് FBI കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷെ അവർ ആ വാർത്ത പ്രസിദ്ധീകരിച്ചു. അത് പുറത്തു കാണിക്കുന്ന അമേരിക്കയുടെ സുരക്ഷാ സംവിധാനങ്ങളിലുള്ള പാളിച്ചകളെയാണ്. അതായത് അവിടെയൊക്കെ ലൂപ്പ് ഹോളുകളുണ്ട്.
ആ ലൂപ്പ് ഹോളുകൾ ആണ് ഇപ്പോൾ ഇത് ഒന്നുകൂടി അടിവരയിട്ടിരിക്കുകയാണ് ഈ കൊലപാതകം. ട്രംപിന്റെ കേസിൽ അത് കൊലപാതക ശ്രമം തന്നെ ആയിരുന്നു. എന്താ ചോദിക്കാൻ വന്നല്ലോ, ഇതിവിടെ യഥാർത്ഥ കൊലപാതകം നടന്നു. അല്ല, ഇതിലിപ്പം എന്താണ് എന്തോ ചോദിക്കാനോ? കൃത്യമായിട്ട് ഇപ്പൊ പ്രതികളെ പിടിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത് ആദ്യം തെളിയിക്കണമല്ലോ, എങ്കിൽ മാത്രമാണല്ലോ പ്രതികളിലേക്കും അത്തരം എത്താൻ പറ്റുള്ളൂ. നിലവിൽ ഇപ്പൊ ഇതൊരു കൊലപാതകമായിട്ടല്ല വിലയിരുത്തുന്നത്, സംശയങ്ങളുണ്ട് എന്നുള്ളതാണ്. അല്ല, പ്രതികളെ പിടിക്കാൻ ഇത് പിന്നെ റഷ്യൻ ചാരസംഘടന എങ്ങനെ പിടിക്കാനാണ്? പിന്നെ അതിനുള്ളിലുള്ള ഏക പോം വഴി അവരെ അമേരിക്കയിൽ ആരെങ്കിലും ഒക്കെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുകയും, സുരക്ഷ ഇവിടെ ഈ ലിൻസേ ഗ്രഹാം അവിടെ വളരെയധികം സുരക്ഷ ഉള്ള ഒരു വ്യക്തിയാണ്. എവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു പാളിച്ച സംഭവിച്ചത്? മിക്കവാറും ഈ വിദേശ സന്ദർശനങ്ങളും ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില ചർച്ചകൾക്കൊക്കെ പോകുന്ന അവസരത്തിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച കാണും. ആ പാളിച്ചകള് എതിരാളികൾ നോക്കിയിരിക്കുകയായിരുന്നിരിക്കണം. അവർ കൃത്യമായിട്ട് അത് ഉപയോഗിച്ചു. പിന്നെ ഇവിടെ എന്തായാലും അയാൾ രക്ഷപ്പെട്ടില്ല. അപ്പോ എവിടെ വെച്ചാണ് ഈ വീഴ്ച സംഭവിച്ചത്, സുരക്ഷാ വീഴ്ച സംഭവിച്ചത്? അമേരിക്കയിൽ ഇവരുടെ നെറ്റ്വർക്ക് എവിടെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അമേരിക്ക അന്വേഷിക്കുക. KGBയെയും പ്രസിഡന്റ് പുത്തിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയിൽ വിചാരണ ചെയ്യുന്ന കാര്യം നടക്കുന്ന കാര്യം. അപ്പൊ അതൊന്നും അമേരിക്കയുടെ ചിന്തയിലുമില്ല. ഇതൊരു ഡൊമസ്റ്റിക് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അല്ല, ഇതൊരു യുദ്ധസമാനമായ അന്തരീക്ഷം. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പല തലങ്ങളിലുള്ള തിരിച്ചടികൾ അമേരിക്ക ഇപ്പോൾ നേരിടുന്നുണ്ട്. അതില് ഒരു വലിയ തിരിച്ചടിയാണ് ഈ ലിൻസേ ഗ്രഹാമിന്റെ മരണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദവിവരങ്ങൾ വരും ദിവസങ്ങളിൽ അമേരിക്കൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.